രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ വിഷയ വിഭജനം. രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ വിഷയ വിഭജനം. ഒന്ന്, ശലോമോൻ, അവൻ്റെ ഭരണകാലത്തെ പ്രധാന സംഭവങ്ങൾ. ഒന്ന്, ശലോമോൻ, അവൻ്റെ ഭരണകാലത്തെ പ്രധാന സംഭവങ്ങൾ. 1-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ ചില വാക്യങ്ങളും 9-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യവും. ശലോമോന്റെ നേതൃത്വം ഉറപ്പിക്കുന്നു. ശലോമോന്റെ നേതൃത്വം ഉറപ്പിക്കുന്നു. 1-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 1-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ലിൻ്റെ എവിടെ പോയി? ബി, ദേവാലയ പണി. 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ചില വാക്യങ്ങളും 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യവും. ദേവാലയപ്പണി ബി, ദേവാലയപ്പണി 2-ന്റെ 1-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങളും 5-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും. സി, ദേവാലയ പ്രതിഷ്ഠ. സി, ദേവാലയ പ്രതിഷ്ഠ. അനിൽ ബ്രദർ അവിടെ പോയി? അനിൽപ്പിക്കേ ഇല്ലേ? ദേവാലയ പ്രതിഷ്ഠ സി, 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. 7-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. അഞ്ചാം അധ്യായം 2-ാം വാക്യം, 7-ാം അധ്യായം 22-ാമത്തെ വാക്യം. 1, പെട്ടകം സ്ഥാപിക്കുന്നു. പെട്ടകം സ്ഥാപിക്കുന്നു. 5-ാമത്തെ അധ്യായം 2-ാം വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ. രണ്ട്, ശലോമോന്റെ പ്രതിഷ്ഠയും പ്രസംഗവും. ശലോമോന്റെ പ്രതിഷ്ഠയും പ്രസംഗവും. 6-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ. 3, ശലോമോന്റെ പ്രതിഷ്ഠയും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ തേജസ്സും. 3, ശലോമോന്റെ പ്രതിഷ്ഠയും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ തേജസ്സും. 16-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. 7-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. 16-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. 7-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. 4, പ്രതിഷ്ഠയും യാഗങ്ങളും ഉത്സവങ്ങളും. പ്രതിഷ്ഠയും യാഗങ്ങളും ഉത്സവങ്ങളും. 7-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ. 7-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ.
5 ദൈവത്തിൻ്റെ വാഴ്ത്തത്വവും മുന്നറിയിപ്പും. ദൈവത്തിൻ്റെ വാഴ്ത്തത്വവും മുന്നറിയിപ്പും. അധ്യായം 7 12 മുതൽ 22 വരെ. അധ്യായം 7 12 മുതൽ 22 വരെ. ഡി ശലോമോന്റെ തീരുമാനം. ശലോമോന്റെ തീരുമാനം. ബ്രാക്കറ്റിൽ ഉടമ്പടി. അധ്യായം 8 1 മുതൽ തീർത്തുള്ള വാക്യങ്ങളും അധ്യായം 9 28 വാക്യവും. ഒന്ന് നേട്ടങ്ങൾ. 2 സമ്പത്ത്. 3 വാഴ്ത്തത്വങ്ങൾ. 4 നയങ്ങൾ. 4 നയങ്ങൾ. അധ്യായം 8 അതിൻ്റെ 1 വാക്യം മുതൽ 18 വാക്യം വരെ. അധ്യായം 8 അതിൻ്റെ 1 മുതൽ 18 വരെ. യെസ്. 2 ശേബാരാജ്ഞിയുടെ പ്രശംസ. ശേബാരാജ്ഞിയുടെ പ്രശംസ. അധ്യായം 9 അതിൻ്റെ 1 മുതൽ 18 വരെ. അധ്യായം 9 അതിൻ്റെ 1 മുതൽ 12 വരെ. അധ്യായം 9 അതിൻ്റെ 1 മുതൽ 12 വരെ. 3 ശലോമോന്റെ ധനം. ശലോമോന്റെ ധനം. അധ്യായം 9 അതിൻ്റെ 13 മുതൽ 28 വരെ. അധ്യായം 9 അതിൻ്റെ 13 മുതൽ 28 വരെ. ഈ ശലോമോന്റെ മരണം. ശലോമോന്റെ മരണം. ശലോമോന്റെ മരണം. അധ്യായം 9 അതിൻ്റെ 29 മുതൽ 31 വരെ. അധ്യായം 9 അതിൻ്റെ 29 മുതൽ 31 വരെ. റോമൻ ലെറ്റർ 2 യഹൂദ രാജാക്കന്മാർ. യഹൂദ രാജാക്കന്മാർ. അധ്യായം 10 അതിൻ്റെ 1 മുതൽ തീർത്തുള്ള വാക്യങ്ങളും 36 അതിൻ്റെ 23 വാക്യവും. വാഴ്ച. വാഴ്ച. അധ്യായം 10 അതിൻ്റെ 1 മുതൽ
ചില വാക്യങ്ങളും 12-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ബി. ആസയുടെയും വാഴ്ച. ആസയുടെയും വാഴ്ച. അധ്യായം 13 അതിൻ്റെ 1-ാമത്തെ വാക്യവും 16 അതിൻ്റെ 14-ാമത്തെ വാക്യവും. സി. യഹോശാഫാത്തിന്റെ വാഴ്ച. യഹോശാഫാത്തിന്റെ വാഴ്ച. അധ്യായം 17 അതിൻ്റെ 1-ാമത്തെ വാക്യം, 20 അതിൻ്റെ 37-ാമത്തെ വാക്യം. 17-ന്റെ 1 മുതൽ 20-ന്റെ 37. ഡി. അതുല്യയുടെ വാഴ്ച. അതുല്യയുടെ വാഴ്ച. അധ്യായം 21-ന്റെ 1 മുതൽ 23-ന്റെ 15. ഈ യോവാശിന്റെ വാഴ്ച. ഇരുപത്തിമൂന്ന് അതിൻ്റെ 16 മുതൽ 24 അതിന് 27. എഫ്. ഉസിയാവിന്റെ വാഴ്ച. അധ്യായം 25 അതിൻ്റെ 1 മുതൽ ചില വാക്യങ്ങളും 27-ന്റെ 9. ഇരുപത്തിയേഴിൻ്റെ 9. ജി. അഗസ്യാവിന്റെ വാഴ്ച. അഗസ്യാവിന്റെ വാഴ്ച. 28 അതിൻ്റെ 1 മുതൽ 27 വരെ. എച്ച്. ഇസ്കിയാവിന്റെ വാഴ്ച. ഇസ്കിയാവിന്റെ വാഴ്ച. അധ്യായം 29 അതിൻ്റെ 1 മുതൽ ചില വാക്യങ്ങളും 32-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യവും. ഒന്ന്. മനശ്ശെയുടെ വാഴ്ച. മനശ്ശെയുടെ വാഴ്ച. അധ്യായം 33 1 മുതൽ 25 വരെ. ഒന്ന് മുതൽ 25 വരെ. 2. ഹോരശിന്റെ വാഴ്ച. ഹോരശിന്റെ വാഴ്ച. അധ്യായം 36 അതിൻ്റെ 22 മുതൽ 23 വരെ. ഓക്കെ, ഇത്രയുമാണ്
ഈ ദിനവൃത്താന്ത പുസ്തകത്തിലെ വിഷയ വിഭജനം. സ്തോത്രം. എസ്തറയുടെ പുസ്തകം. എസ്തറയുടെ പുസ്തകം എസ്തറയുടെ പുസ്തകം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണവും ജനതയുടെ നവീകരണവും. ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണവും ജനതയുടെ നവീകരണം. എഴുത്തുകാരൻ എസ്ര എഴുതിയ കാലഘട്ടം BC 457 444. ലക്ഷ്യം തൻ്റെ ജനത്തെ അവരുടെ ദേശത്തേക്ക് തിരിച്ച് കൊണ്ടുവരുമെന്ന് തൻ്റെ വാഴ്ത്തത്വം. തൻ്റെ ജനത്തെ അവരുടെ ദേശത്തേക്ക് തിരിച്ച് കൊണ്ടുവരുമെന്ന് തൻ്റെ വാഴ്ത്തത്വം. നിറവേറ്റുവാൻ ദൈവം എത്രമാത്രം വിശ്വസ്തനാണ്. നിറവേറ്റുവാൻ ദൈവം എത്രമാത്രം വിശ്വസ്തനാണ്. പ്രധാന വാക്യങ്ങൾ, ഈ പുസ്തകത്തിലെ പ്രധാന വാക്യങ്ങൾ എഴുതിക്കോളൂ. അധ്യായം 6 അതിൻ്റെ 21 മുതൽ 22 വരെ. അധ്യായം 6 അതിൻ്റെ 21 മുതൽ 22 വരെ. ഒന്നാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. 2-ാം അധ്യായം 1. 7-ാം അധ്യായം 10. പ്രധാന വാക്കുകൾ ഈ പുസ്തകത്തിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് യെരുശലേം എന്ന പദമാണ്. യെരുശലേം എന്ന പദം അത് 48 പ്രാവശ്യം ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 48 പ്രാവശ്യം. എസ്തറയുടെ പുസ്തകത്തിൽ മാത്രം പറഞ്ഞിട്ടുണ്ട് 48 പ്രാവശ്യം. അടുത്ത് ദേവാലയം എന്ന പദം. ദേവാലയം എന്ന പദം ഈ പുസ്തകത്തിൽ 10 അധ്യായമാണുള്ളത്. ഇതിനകത്ത് 25 പ്രാവശ്യം കാണുന്നു. 25 പ്രാവശ്യം കാണുന്നു. പ്രധാന അധ്യായങ്ങൾ. പ്രധാന അധ്യായങ്ങൾ. അധ്യായം 1, അധ്യായം 2, അധ്യായം 6. ശ്രദ്ധിക്കണേ, ഒന്നുകൂടെ ഒരു മിനിറ്റ്. ഞാൻ ഈ ഇടയ്ക്ക് ഈ ആൾക്കാർ കയറുന്നതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. അധ്യായം 1,
അധ്യായം 3, അധ്യായം 6, അധ്യായം 7, അധ്യായം 9. ഈ 5 പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടുള്ള അധ്യായങ്ങൾ. ഒന്നുകൂടെ പറയുന്നു, അധ്യായം 1, 3, 6, 7, 9. ഈ പുസ്തകത്തിലെ പ്രധാന വ്യക്തികൾ, ഒന്ന് ഹോരഷ്, 2 സെരൂബാബേൽ, 3 ഹക്കായി, 4 സെക്കരിയാവ്, 5 ദാര്യാവേശ്, 6 എസ്ത്ര, 6 എസ്ത്ര. ഈ പുസ്തകത്തിലെ സ്ഥിതിവിവര കണക്കുകൾ അത് എഴുതിയിട്ട് സെൻട്രൽ ഹെഡിങ് ആണ് സ്ഥിതിവിവര കണക്കുകൾ. നിങ്ങളെല്ലാവരും ദയവായി ഓരോ സബ്ജക്റ്റുകളുടെ പുസ്തകങ്ങൾ തരം തിരിച്ചു വയ്ക്കണം. നിങ്ങൾ ഗ്രാജുവേഷന് വരുമ്പോൾ ലാസ്റ്റ് ഒരു സെമസ്റ്ററിൻ്റെ ബുക്ക് എനിക്ക് കൊണ്ട് കാണിച്ചു തരണം, നിങ്ങളുടെ എഴുത്തൊക്കെ എങ്ങനെയാണെന്ന്. സ്തോത്രം. 6-ാമത്തെ അധ്യായം അതിൻ്റെ 21, 22 വായിക്കാമോ? ആറാമത്തെ അധ്യായം അതിൻ്റെ 21, 22 വാക്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുവരുമ്പോൾ ഒന്ന് വായിക്കാമോ? വായിച്ചോളൂ. ആരാ വായിക്കുന്നത്? അങ്ങനെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ മക്കളും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് ദേശത്തെ ജാതികളുടെ അശുദ്ധിയെ വെടിഞ്ഞ് വന്നവരൊക്കെയും പെസക തിന്നു. യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രായേലിൻ ദൈവമായ ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശൂർ രാജാവിന്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്തതുകൊണ്ട് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 7 ദിവസം സന്തോഷത്തോടെ ആചരിച്ചു. അവർ ആചരിച്ചു. സ്തോത്രം. ഈ 21-ാമത്തെ വാക്യവും 22-ാമത്തെ വാക്യവും നിങ്ങൾ ശക്തമായി പഠിക്കണം. ഒന്ന്, അങ്ങനെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നു. ആരാ മടങ്ങി വന്നേ? ഇസ്രായേൽ ജനങ്ങളും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം, ഇസ്രായേൽ മക്കൾ, ഇസ്രായേൽ ജനത ഒരു മടങ്ങി വരവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ പിന്നെയും അവരുടെ യാത്രയിൽ ബുദ്ധിമുട്ടിച്ച ശത്രുക്കളുണ്ടായിരുന്നു. 8-ാമത്തെ അധ്യായത്തിൽ അവിടെ എല്ലാം എസ്ത്ര പ്രാർത്ഥനയിലിരുന്നു. ഇന്ന് രാത്രി നമ്മുടെ യാത്രകളെ തടയുന്ന ശത്രുവുണ്ട്, നമ്മളുടെ വാഴ്ത്തത്വങ്ങളെ തടയുന്ന ശത്രുവുണ്ട്. അവനെ കണ്ടുപിടിക്കണം. അവനെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ കൈയും കാലും കെട്ടി നല്ല പുതപ്പ് നനകലിൽ അടിക്കുന്നത് പോലെ അവനെ അടിക്കണം. സ്തോത്രം. അതിന് വേണ്ടിയത് പ്രാർത്ഥനയാണ്. നോക്കിക്കേ, ഇസ്രായേൽ മക്കളും ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവയെ ആമേൻ അനുഷ്ഠിക്കേണ്ടതിന് ദേശത്തെ ജാതികളുടെ അശുദ്ധിയെ വെടിഞ്ഞ് അവർ ലോക ജനത, പലപ്പോഴും ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്, ദൈവം ചേർത്ത് പിടിക്കുകയാണ്.
ഇസ്രായേൽ മക്കളെ. പക്ഷേ പലപ്പോഴും അവര് ദൈവത്തോട് പിറുപിറുക്കുന്നവരാണ്. പക്ഷെ ഈ കാര്യത്തിലേക്ക് വന്നപ്പോൾ ആമേൻ പെരുന്നാൾ എന്ത് ചെയ്തു? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആമേൻ പെരുന്നാൾ 7 ദിവസം സന്തോഷത്തോടുകൂടെ എന്ത് ചെയ്തു? ആചരിച്ചു. സ്തോത്രം. സന്തോഷമാണ്. കഴിഞ്ഞ 11 മാസവും ദൈവം നമ്മെ സൂക്ഷിച്ചതിന് സന്തോഷിക്കാൻ വകയുണ്ട്. മുൻപും പിൻപും ഇരുവശങ്ങളും ഉയരത്തിലതും എല്ലാം ശത്രു അടച്ച് ബന്ധിച്ചപ്പോൾ ഇരുട്ട് മാത്രം കണ്ട ദിനങ്ങളില്ലേ? പക്ഷേ ഒടുക്കത്തെ ആദിങ്കൽ കയ്പാണെങ്കിലും അന്ത്യമോ മധുരമത്രേ. ആദ്യം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു, വിഷമങ്ങളുണ്ടായിരുന്നു. അവരുടെ യാത്ര ഫിനിഷ് ചെയ്യാൻ പറ്റുമോ, ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ചില വേദനകളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ജനം മുഴങ്കാൽ മടക്കും, ദൈവത്തോട് അവർ നിലവിളിക്കും. അവരുടെ കുറവുകളെ ആമേൻ അവർ വിളിച്ചു പറഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു എസ്തറയുടെ യാത്രയിൽ. ഈ 10 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വെറുതെ അല്ല കേട്ടോ. ഇവിടെ അവർ എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ എഴുതി വച്ചില്ലേ നിങ്ങൾ? ആമേൻ സ്തോത്രം. യെരൂശലേം എന്ന പദം 48 പ്രാവശ്യം ഈ 10 അധ്യായത്തിനകത്ത് അവർ കൊണ്ടുവന്നെങ്കിൽ ഈ ആമേൻ 66 പുസ്തകത്തിനകത്ത് എസ്തറയുടെ പുസ്തകം ഹൈലൈറ്റ് ആണ്. സ്തോത്രം. തിളങ്ങി നിൽക്കിയ എസ്തറ തേജസ്സോടെ. ഇന്ന് രാത്രി ദൈവജനത്തെക്കുറിച്ച്, ഇസ്രായേലായ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് തിളങ്ങി വരാൻ വേണ്ടിയാ. സ്തോത്രം. ആമേൻ. 48 പ്രാവശ്യം തീർന്നില്ല കേട്ടോ. ആമേൻ. ദേവാലയം എന്ന പദം 25 പ്രാവശ്യം കാണുന്നു. ഈ പുസ്തകത്തിനകത്ത് ഏറ്റവും കൂടുതൽ ദേവാലയത്തിനാണ് അവർ എന്ത് ചെയ്തത്? ആമേൻ മഹത്വം കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ അങ്ങനെ കേട്ടോ. പഴയ നിയമത്തിൽ ദൈവം ആലയത്തിൽ ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ആലയം വിശുദ്ധമാകണം. സമാഗമന കൂടാരം, ലേവ്യാസ് ആമേ പുസ്തകം മുതൽ, സംഖ്യാപുസ്തകം മുതൽ ആമേ സമാഗമന കൂടാരം പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: ആലയത്തിനകത്ത് ദൈവം ഇറങ്ങി വരും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ ആലയത്തെക്കാൾ വലിയവൻ. ആമേൻ സ്തോത്രം. പുതിയ നിയമത്തിൽ ആരാ? ആലയത്തെക്കാൾ വലിയവൻ, ഈ ഉലകത്തിലെ പൗരോഹിത്യത്തെക്കാൾ വലിയവൻ, സകലത്തിന്റെ മേലും വലിയവൻ, ഉന്നതനായ ദൈവം, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധൻ, ആദ്യനും അന്ത്യനും, ഭൂജാതാക്കന്മാർക്ക് അധിപതിയും, 7 സമുദ്രത്തിലെ ജലത്തെ ഉള്ളങ്കരത്തിൽ വഹിച്ചവൻ, ആമേൻ, 7 നിലവിളക്ക് നടുവിൽ ഉലാവുന്നവൻ. പല നാമമല്ലേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ? എന്താ അങ്ങനെ സംഭവിച്ചത്? ആമേൻ, ജനത്തിന്റെ പ്രാർത്ഥനയും മുഴങ്കാലിൽ നിൽക്കുന്നുള്ള കണ്ണുനീരുമാണ്. സ്തോത്രം. ഇന്ന് രാത്രി പോരട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് അണഞ്ഞു കിടക്കുന്നത്, ഇരുള് ബാധിച്ചിരിക്കുന്നത് സകലതും പ്രാർത്ഥനയിൽ പുറത്തു വരട്ടെ. സ്തോത്രം. ഞാൻ ഇന്ന് ചില വിഷയത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ ആമേൻ പെട്ടെന്ന് ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാറിൻ്റെ ഗ്ലാസ് ഇങ്ങനെ തുറന്നു കിടക്കുക. അതിനകത്തുനിന്നൊരു പാട്ടിൻ്റെ ചില പല്ലവികൾ. ഒരു തരി പോലും കുറയില്ല എന്നോടുള്ള സ്നേഹം. ഈ പാട്ട് കേട്ടപ്പോൾ ഞാൻ അറിയാതെ ആ വണ്ടിയിലോട്ട് നോക്കി. സ്തോത്രം. അതിനകത്ത് ഇരിക്കുന്നവരുടെ നോക്കുമ്പോൾ അവർ ക്രിസ്ത്യൻസ് അല്ല എന്ന് എനിക്ക് തോന്നിയതായിരിക്കാം. വണ്ടിയിൽ വേറെ ഒരു പടങ്ങളോ ഒരു വാക്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അതിനകത്ത് ആ പാട്ടിൻ്റെ വരി കേട്ടപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്ന വിധങ്ങൾ എത്ര വട്ടമെന്നറിയാമോ? ഒരു ഈമ പോലും. ഞാൻ കുറച്ച് സമയം വണ്ടി മാറ്റി നിർത്തിയിട്ട് കുറേ സമയം ഞാൻ ഒരു 10-15 മിനിറ്റ് ഞാൻ അവിടെ നിന്നു. കാരണം ചില വിഷയത്തിനോട് ഇറങ്ങിയതാണ്. ഞാൻ പറയുന്നത്, മനുഷ്യൻ പലപ്പോഴും നമ്മെ മറക്കും. സ്തോത്രം. പക്ഷേ ഞാനും നീയും ചെയ്യുന്നത് വേദപുസ്തകത്തെ നോക്കി, സ്വർഗത്തിൽ നോക്കി ചെയ്തു കഴിഞ്ഞാൽ ആ സ്നേഹമുണ്ടല്ലോ, ഒരു ഇമ പോലും വെട്ടാൻ അതിൻ്റെ നടുവിലും ദൈവം നമ്മെ സ്നേഹിക്കുമെന്നുള്ള ആഴം ആ സഹോദരൻ്റെ വായിൽ നിന്ന് വന്ന ഗാനങ്ങൾ കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സ്തോത്രം.
ആ വണ്ടിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മൾ തകർന്നിരിക്കുമ്പോൾ, ചിലപ്പോഴൊക്കെ നമുക്ക് മനുഷ്യനെ വരെ ഫേസ് ചെയ്യാൻ കഴിയാതെ മാറിയിരിക്കുമ്പോൾ, ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിയാതെ സങ്കടത്തിൽ കുതിർന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പാട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം, ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ നമ്മളെ നോക്കി എന്താ വെറുതെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കും. ചിലപ്പോൾ ഒരു ചോദ്യമായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ വരുന്ന ഒരു ഹാണിമ്പല്ലായിരിക്കാം, ചിലപ്പോൾ ഗേറ്റിൽ ഒരു പാലുകാരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയും തട്ടുന്നതായിരിക്കാം. ദൈവത്തിൻ്റെ സ്നേഹമുണ്ടല്ലോ, ഭയങ്കരമാകട്ടോ, ഭയങ്കരമാകട്ടോ. അതനുഭവിക്കണം. സ്തോത്രം. എത്രത്തോളം വേദന വരുമോ അത്രത്തോളം ആരും കാണാതെ മാറിയിരുന്ന് കരയണം. പറ്റുമോ? ആരും കാണാതെ മാറിയിരുന്ന് കരയാൻ കഴിയണം. കണ്ണുകൾ പൊട്ടി ഒഴുകണം. നമ്മൾ സഹായിച്ചവരും നമ്മൾ ചേർത്ത് പിടിച്ചവരും നമ്മെ തള്ളിക്കളയുമ്പോഴേ ചില പാട്ടുകളൊക്കെ നമ്മൾ പിടിച്ചു നിർത്തും. കരയാൻ പറ്റുമോ? മനുഷ്യൻ്റെ മുമ്പിലല്ല, ദൈവത്തിൽ കരയാൻ പറ്റുമോ? ഉറപ്പാ. കർത്താവ് നമ്മെ താങ്ങാൻ. ഒറ്റ കാര്യം പറയാം, നമ്മൾ ചെയ്തത് മനുഷ്യൻ നോക്കി ചെയ്യരുത്, സ്വർഗത്തെ നോക്കി ചെയ്യാൻ ഇന്ന് രാത്രി തയ്യാറാകുക. മനുഷ്യൻ കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവം ഇന്ന് രാത്രി ഉണ്ട് കേട്ടോ. സ്തോത്രം. വിശ്വാസത്തോടെ യാത്ര ചെയ്യുന്നേ, വിശ്വാസത്തോടെ നമ്മൾ യാത്ര ചെയ്യണം. അതാ ഇവിടെ സംഭവിച്ചത്. 48 പ്രാവശ്യം 25 പ്രാവശ്യം ദൈവത്തെ വർണ്ണിക്കാൻ അവരുടെ നാവുകൾ ചലിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനമുണ്ടായിരുന്നു. അവർ വില കൊടുത്തു. അവരുടെ പ്രാണൻ വരെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടും, ശിരസ് ഛേദിക്കപ്പെടും. ആമേൻ. ഒറ്റ പ്രാർത്ഥനയിൽ ആറ്റിന്റെ തീരത്ത് വച്ച് ജനം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയപ്പോൾ വരില്ല, നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ദൈവം നടത്തിക്കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, ഒരു കാര്യം ഒരു ദൂതായിട്ട് പറയാം. 1000 പേര് നിന്റെ നേരെ നിന്നാലും നീയും ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയുക, അനുഭവത്തോടെ, നമ്മെ തകർക്കാൻ ഒരുത്തനും കഴിയത്തില്ല. ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിയെ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, 2001 മാവേലിക്കര തഴക്കര IPCയിലെ വേല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയുള്ള ഒരു പയ്യൻ, അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? പലരും വീണുപോയ സ്ഥലം, എന്ത് ചെയ്യാൻ കഴിയും? ആമേൻ. എന്നാൽ ഉറപ്പിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവ് എന്നെ അവിടെ അയച്ചെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പേ അതിലേക്ക് കടന്നുപോയപ്പോൾ അതിമനോഹരമായ ചർച്ച്, ഞാൻ പണിതത് ചെറിയ ചർച്ച, അത്രയ്ക്കുള്ള സാമ്പത്തികം എന്നുള്ളതായിരുന്നു. 7 പേരേ ഉള്ളുമായിരുന്നു. ഇന്നവിടെ ഞാൻ സുജന കർത്താവിൻ്റെ അഭിഷേകം ചോദിച്ചപ്പോൾ പറയാ, പാസ്റ്റർ ഇന്നവിടെ 3000-ത്തിലപ്പുറം പേരുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിശ്വാസത്തോടെ എവിടെ കാൽ വയ്ക്കുമോ, ആർക്കു വേണ്ടി കരയുമോ, അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്നൊരു ദൈവം ഉണ്ടെന്നേ. നമ്മൾ സന്തോഷിക്ക്. നമ്മൾ ആർക്കും എതിരായി നിൽക്കണ്ട. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. നമ്മൾ അവർക്ക് വേണ്ടി കരയണം. അവർ പറയരുത് ഇന്ന ദൈവദാസന്റെ വീട്ടിൽ വന്നത് ശാപമെന്ന് പറയരുത്, പ്രാർത്ഥിക്കണം. ഇന്ന ദൈവദാസന്റെ ഭൂമി കാല് വെച്ചത് ശാപമെന്ന് പറയരുത്. എൻ്റെ ദൈവദാസി ഇനി വീട്ടിൽ ഒന്ന് പ്രാർത്ഥിച്ചത് ശാപമെന്ന് പറയരുത്. ശപിക്കാൻ പ്രമാണമില്ല, അനുഗ്രഹിക്കാനേ പ്രമാണമുള്ളൂ. ആമേൻ പറ. ഇന്ന് ഞാൻ പറഞ്ഞു 26 വർഷം ഇതുവരെ എത്തിയത് ചുമ്മയല്ല കേട്ടോ. വില കൊടുത്താ പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല ബാക്കിലോട്ട്. മുൻപിലോട്ട് തന്നെ. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ
എൻ്റെ ജീവിതത്തിനകത്ത് ഒരുപാട് ഈ ചിന്തകൾ വരികയാണ്, ആത്മീക അർത്ഥങ്ങൾ ഇതിനകത്ത് വരികയാണ്. ആമേൻ. ഞാൻ പറയുന്നു, എൻ്റെ കണ്ണിൽ കൂടെ തന്നെ കണ്ണീര് ഒലിക്കുന്നു. എനിക്കറിയത്തില്ല എന്താണ് കാര്യമെന്ന്. ആമേൻ. ആ പാട്ട് കേട്ട സമയം മുതലേ എൻ്റെ മനസ്സിന് വിഷമമാണ്. ആ സമയം മുതലേ പ്രശ്നമാണ്. സ്തോത്രം. ചിലപ്പോഴൊക്കെ ചില വാക്കുകൾ കേൾക്കുമ്പോഴേ നമുക്ക് തന്നെ പിടിക്കാൻ കഴിയില്ല. ആ പാട്ടൊക്കെ എത്രയോ പ്രാവശ്യം കേട്ടതാണ്, ഇന്ന് രാവിലെ ഞാൻ കേട്ടതാണ്. പക്ഷെ ആ സമയത്ത്, ആ പോയിന്റിൽ, ആ ചില ഗാനങ്ങളും പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്, പാസ്റ്റർ ആമേൻ, അല്പനിമിഷം കഴിഞ്ഞിരുന്നു എങ്കിൽ ചിലപ്പോൾ ഞാനും എൻ്റെ മക്കളും ഈ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. സ്തോത്രം. കുറച്ച് ലേറ്റായെങ്കിൽ, അഭിഷേകൻ പറഞ്ഞല്ലോ, ആമേൻ, ഇത് സെരോബാബേലിൻ്റെ പർവ്വതമാണ്, നീ മാറും എന്ന് അല്പം മുമ്പ് പറഞ്ഞില്ലേ? ആമേൻ. അതുകൊണ്ട് ഒരു ചെറിയൊരു ബ്ലോക്ക് വന്നു, ഞാൻ വണ്ടി തിരിച്ചു വിട്ടു. പക്ഷെ പിന്നത്തിൽ ഞാൻ അറിയുന്നത്, ഞാൻ ആ പമ്പിൽ കയറാതിരുന്നുവെങ്കിൽ, പെട്രോൾ ഞാൻ അടിച്ച് നിറയ്ക്കാതിരുന്നുവെങ്കിൽ, അടുത്ത പമ്പ് കഴിഞ്ഞടിക്കാമെന്ന് വിചാരിച്ചുവെങ്കിൽ, ചിലപ്പോൾ എൻ്റെ വണ്ടിയും ഞാനും എൻ്റെ ഭാര്യയും മക്കളുമായിരിക്കാം ഈ ആൾക്കൂട്ടത്തിനിടയിൽ ചതഞ്ഞരഞ്ഞു കിടക്കുന്നത്. സ്തോത്രം. ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ കൂട്ടവകാശികളാണ്. സ്തോത്രം. ആമേൻ. ആമേൻ. മക്കളെങ്കിലും പിന്നെ അവകാശികളും. ചോദിക്കപ്പനോട്, സമാധാനം ചോദിക്ക്, സന്തോഷം ചോദിക്ക്, ആമേൻ, ആഗ്രഹങ്ങൾ ചോദിക്ക്, സ്വപ്നങ്ങൾ ചോദിക്ക്, എഴുതി വെച്ച് പ്രാർത്ഥിക്ക്, സ്വപ്നങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്ക്, ആഗ്രഹങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്ക്, ആമേൻ, വാഴ്ത്തത്വങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്ക്. അതാ ഇവിടെ പറഞ്ഞത്. ഈ 48 പ്രാവശ്യം, വെറുതെ അല്ല കേട്ടോ, 48 പ്രാവശ്യമാണ്. സ്തോത്രം. മറന്നു പോരുത് കേട്ടോ. വേദനകൾ കൂടുമ്പോൾ പ്രാർത്ഥനകൾ ഉയരണം. അൽപ്പിക്കുക കർത്താവിൻ്റെ അഭിഷേകത്തിനെ. എത്രയോ പേര് കോവിഡ് സമയത്ത് ആമേൻ സപ്പോർട്ടുകൾ, ആമേൻ, സപ്പോർട്ടുകൾ ആലയങ്ങളിൽ നിന്ന് സപ്പോർട്ടുകൾ കുറഞ്ഞപ്പോൾ ഇട്ടിട്ട് പോയി കളഞ്ഞു. ഇന്ന് ദൈവത്തെയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, പ്രസ്ഥാനത്തെയും വേണ്ട. ഇന്ന് തികഞ്ഞ മദ്യപാനികളായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പലതും ചെള്ളു വരിച്ച് ആമേൻ ഓടയ്ക്കകത്തും വീഴുന്ന ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പട്ടിണി കിടന്നില്ലേ? കിടത്തിയില്ലേ ദൈവം? സൂര്യനെ പോലും കാണാൻ പേടിച്ചില്ലേ? സകലത്തെ നിശ്ചലമാക്കിയില്ലേ? ഈ ദൈവം ആരാ? ഇത്ര ഭയങ്കരനായ ദൈവത്തെയല്ലേ നമ്മൾ ആരാധിക്കുന്നത്? സ്തോത്രം. എത്രയോ പേര് നമ്മുടെ മുമ്പിൽ പിടഞ്ഞു വീണ് മരിച്ചു, എൻ്റെ അമ്മ വരെ. സ്തോത്രം. അവിടെ നമ്മെ സൂക്ഷിച്ചില്ലേ? എൻ്റെ അമ്മ മരിച്ചപ്പോൾ ബന്ധുക്കൾ പറയാ, ഓ ഞാൻ വരത്തില്ല, കോവിഡ് പിടിക്കും, കോവിഡ്, ഞാൻ വരത്തില്ല, ഞാനുമില്ല. സ്തോത്രം. ഇന്ന് രാത്രിയിലെ ആരും വന്നില്ലെങ്കിലും ആ ബോഡിക്കകത്തുനിന്ന് ഉള്ള ആ പ്രാണനുണ്ടല്ലോ, അത് എവിടെയാണോ പോകേണ്ടത് അവിടെ അങ്ങ് പോയി. ആമേൻ. അത് എവിടെയാണെന്ന് നമുക്കിനി പോകുമ്പം കാണാം. സ്തോത്രം. അവിടെ അങ്ങ് പോയി. പിന്നെ ബാക്കിയുള്ളത് ചെറിയ ആ ബോഡി എവിടെയെങ്കിലും മറവ് ചെയ്യണം, അത് അന്തസ്സോടെ, ഇത്രേ ഉള്ളൂ. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് മറവ് അടക്കമല്ല കിട്ടിയേ, ദഹിപ്പിച്ചു. ഒരു ബോഡിയിൽ തീ പിടിക്കുന്നത് ആദ്യം കാണുന്നത് എൻ്റെ അമ്മയുടെ ബോഡിയിലാണ്. എൻ്റെ അനുജനെ ഓടിക്കളഞ്ഞു, ഞാൻ കണ്ടു. സ്തോത്രം. എനിക്കറിയില്ല എന്താ ഇത് ക്ലാസ്സിൽ പറയുന്നത്, അറിയത്തില്ല. സ്തോത്രം. ഓക്കെ, അടുത്തേക്ക് നമുക്ക് സ്പീഡാ അടുത്ത വാക്യത്തിലേക്ക് വരാം. 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. അഭിഷേകത്തെ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെത്തിരിക്കുന്നു. 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദായിലെ യെരൂശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരൂശലേമിലെ ദൈവം. അവനല്ലോ യെരൂശലേമിലെ ദൈവം. അനുഗ്രഹിക്കപ്പെട്ട വാക്കല്ലേ? വായിച്ചോ. ദൈവം എവിടെയുള്ള? യെരൂശലേമിലെ ദൈവം. അപ്പൊ 1-ാമത്തെ വാക്കായ യെരൂശലേം. സ്വതന്ത്രം. താഴോട്ട് നിങ്ങൾ വായിച്ചു വരുമ്പോഴേ 4-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം, 8-ാമത്തെ 9-ാമത്തെ വാക്യം, 10,
11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും നിങ്ങൾ വായിക്കുമ്പോൾ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട വാക്യ. എല്ലാം ദൂതുകൾ നിറയപ്പെട്ടൊരു പുസ്തകം. നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. എത്ര പുസ്തകം ആരൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. വായിച്ചിട്ടുണ്ടോ? ഓക്കെ, സ്തോത്രം. വായിക്കണം. മറ്റിതര പുസ്തകങ്ങളെക്കാളും ഏറ്റവും വലുതാണ് എസ്ത്ര, ഹക്കായി, നഹൂം, ഹബക്കൂക്ക്, ആമോസ്, ഓബദ്യാവ് തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ ഇരുന്ന് വായിക്കണം. ഞാൻ ഒരു കാര്യം ചോദിക്കാറുണ്ട്, വായിക്കുന്നത് ഗ്രഹിക്കാറുണ്ടോ? വായിക്കുന്നത് അല്ല, എഴുതുന്നത് ഗ്രഹിക്കാറുണ്ടോ? ആമേൻ. എക്സാം എഴുതുമ്പോഴെല്ലാം നിങ്ങൾ പറഞ്ഞു എഴുതണം. ആമേൻ. ഹൃദയത്തിനകത്ത് ഭയങ്കര ശബ്ദത്തിൽ പറയണം, ഒരിക്കലും മറന്നു പോകില്ലെന്നേ. ആമേൻ. ഇവിടെ വായിക്കുന്നത് അഭിഷത്തെ 9-ാമത്തെ ആമേൻ, സ്തോത്രം. ആമേൻ. 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യം ഇവിടുന്ന് വായിച്ചേ. 10ഉം 11ഉം. പൊൻപാത്രം 30, രണ്ടാം തരത്തിൽ വെള്ളിപ്പാത്രം 410, മറ്റുള്ള ഉപകരണങ്ങൾ 1000, പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ 5400 ആയിരുന്നു. പ്രവാസികളെ ബാബേലിൽ നിന്ന് യെരൂശലേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവയൊക്കെയും ഷേത്ബസ്സർ കൊണ്ടുപോയി. ഇതിനിടയ്ക്ക് ഒരു കൊള്ളക്കാരെ ഇടയ്ക്ക് വന്നു. യെരൂശലേമിൽ നിന്ന് അവരെ കൊണ്ടുപോയി, അടിമകളെ കൊണ്ടുപോയി. അടുത്തൊരു ഒരു ഗ്യാങ് വന്നു, ഇതിനകത്തുള്ളതെല്ലാം കൊണ്ടുപോയി. പക്ഷെ ദൈവം അവരെല്ലാം ഓടിച്ചിട്ട് പിടിച്ചു. ലാസ്റ്റ് പിടിച്ച വ്യക്തിയാണ് നമ്മളിവിടെ വായിച്ചത്, കോരശ്. ബാക്കി ആർക്കും എടുക്കാൻ കഴിഞ്ഞില്ല. യെശയ്യാവ് 45 പറയുന്നു, എൻ്റെ ഇടയനായ കോരശ് രാജാവാക്കി അവനെ. കോരശിന്റെ ഇടയൻ, എൻ്റെ ഹിതമൊക്കെയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയതെല്ലാം തിരിച്ചു പിടിച്ചു. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, പിടിച്ചു പറിച്ചുകൊണ്ട് ശത്രു പോയതിനെ പലതിനെയും തിരിച്ചു പിടിക്കണം. സമാധാനത്തെ കൊണ്ടുപോയെങ്കിൽ തിരിച്ചുപിടി, സ്വത്തിനെ അപഹരിച്ചെങ്കിൽ തിരിച്ചുപിടി, തലമുറയെ കൊണ്ടുപോയെങ്കിൽ തിരിച്ചുപിടി. തിരിച്ചു പിടിക്കാമെന്ന് യെശയ്യാവ് 45 വന്നപ്പോൾ തിരിച്ചു പിടിച്ചു. എല്ലാം വെളിപ്പെടുത്തി കൊടുത്തു. ഒരു നാടകശാലയിൽ കർട്ടൻ മാറുന്നത് പോലെ കോരശിന്റെ മുമ്പിൽ മറവിടത്തിൽ ഇരുട്ടിലിരിക്കുന്നത് വരെ അവന് വെളിപ്പെടുത്തി കൊടുത്തു ദൈവം. സ്തോത്രം. പറയാതെ പോകാൻ തരമില്ല. ഇന്ന് രാത്രി പ്രധാന അധ്യായത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പരിവർത്തനം ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിൽ കൂടെ നമ്മുടെ ജീവിതമാകുന്ന പടകിൽ വെളിപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടതിനെ കണക്ക് പറഞ്ഞ് തിരിച്ചു തരാൻ നിങ്ങളുടെ കുടുംബത്തിനകത്തുനിന്ന് ഒരു കോരശിനെ ദൈവം തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ ക്ലാസ് കഴിയുമ്പോൾ ചില കുടുംബങ്ങൾക്ക് വിടുതൽ വ്യാപരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വയ്ക്കട്ടെ. പക്ഷേ നഷ്ടപ്പെട്ട് കഴിഞ്ഞതിനെ എല്ലാത്തിനും തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ കർത്താവ് സർവശക്തനാ. അതല്ലേ പറഞ്ഞ, ഒരു തരി പോലും കുറയില്ല. നമ്മൾ വിചാരിച്ചു കർത്താവ് സ്നേഹിക്കുന്നില്ലല്ലോ, എപ്പോഴും കള്ളീരാണല്ലോ, എപ്പോഴും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്തോത്രം ചിന്തിക്കണം. ഞാൻ എപ്പോഴും കരയുന്നത് സ്തോത്രം, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ കുറേ മലയും പാറയെല്ലാം കാണുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഇടുക്കിന്ന് വരുന്ന വഴിക്ക് പാഞ്ചാലിമല അറിയാമോ ആർക്കും? പാഞ്ചാലിമലയുടെ മേളിൽ കയറി നിൽക്കും സ്തോത്രം. എന്നിട്ട് ഉറക്കെ വിളിക്കും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരും കേൾക്കാനില്ല. പ്രൈസ് ദി ലോർഡ്. കരയാൻ പറ്റുമോ? എത്ര പ്രാവശ്യം കരഞ്ഞു ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ദൈവം മുമ്പിലേക്കിരുന്ന്? എത്ര പ്രാവശ്യം മുട്ടുമടക്കി? എത്ര പ്രാവശ്യം കർത്താവ് വിടുമ്പോ, കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നു ബൈ ഹാർട്ട്. കർത്താവ് നീ എൻ്റെ ഗോഡ് മാത്രമല്ല, നീ എൻ്റെ അപ്പൻ മാത്രമല്ല, നീ എൻ്റെ ഹാർട്ടാണ്. പറ. വാഹനം എടുക്കുമ്പോഴും പറ. രാവിലെ എണീക്കുമ്പോൾ ശരീരം മൊത്തം ഒന്ന് തടവി നോക്കണം. ശരീരമൊക്കെ അവനവൻ്റെ ശരീരമൊക്കെ ഒന്ന് നോക്കണം. കുഴപ്പമൊന്നുമില്ല, കൈയൊക്കെ ഒന്ന് ഉയർത്തി നോക്കണം. കുഴപ്പമില്ല, എല്ലാം വർക്കിംഗ് ഓക്കെ. എത്രയോ പേർ കിടന്നുറങ്ങി രാവിലെ ഒഴിച്ച ഒരു സൈഡ് മൊത്തം സ്റ്റോക്ക്. ഒരു അവള് ചെറിയെല്ലാം കൂടെ കോണി ഒരു സൈഡിലേക്ക് പോയി. ബാത്റൂമിൽ കിടപ്പുണ്ട് ഒരാള്, വീട് കിടക്കുക.
പാപിയായി മരിച്ചിട്ട് ഈ ദൈവത്തെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അർദ്ധരാത്രിയൊന്നും ദൈവം നമ്മെ തട്ടി എണീപ്പിച്ചിട്ടുണ്ടോ? ശത്രു നമ്മെ വന്ന് ഇല്ല. മൂന്നാമത്തെ വാക്യം വളരെ വ്യക്തമാണ്. അടുത്ത വാക്യം കൂടെ നമുക്ക് വായിക്കാമോ? ആമേൻ. അടുത്ത അധ്യായത്തിലേക്ക്, രണ്ടാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. 2-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആമേൻ അവിടെ ചില വില്ലന്മാരെല്ലാം കൊണ്ട് നിർത്തിയിരിക്കുക. ആമേൻ. ബെൽസസർ രാജാവ്, നെബൂഖദ്നേസർ, ആമേൻ, ബെൽസസർ, ആമേൻ, പ്രവാസി, ഇവരെല്ലാവരും കൊണ്ട് നിർത്തി. എവിടെ? യെരുശലേമിന്റെ നടുവിൽ കൊണ്ടിങ്ങനെ നിർത്തിയിട്ട് അങ്ങോട്ട് ഓരോന്നോരോന്നു ചോദിക്കുക. 1-ാമത്തെ വാക്യം നിങ്ങൾ പിന്നെ 1-ാമത്തെ വാക്യം, ഫസ്റ്റ് വാക്യം ഒന്ന് അഭിഷേകത്തെ ഒന്ന് വായിച്ചേ. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രവാസികളിൽ നിന്ന് യെരുശലേമിലേക്കും യഹൂദായിലേക്കും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങി വന്ന സംസ്ഥാനവാസികളാവിത്. മതി. ഈ നെബൂഖദ്നേസറിനെ പറ്റി പഠിക്കുമ്പോൾ ബെൽസസറിനെ കുറിച്ച് പഠിക്കണം. അറിയാമോ? കേട്ടിട്ടുണ്ടോ ഈ പേര്? ബെൽസസർ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണം. കുതന്ത്രശാലിയ, തന്ത്രശാലിയ, ജനത്തെ എപ്പോഴും വിഷമിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന ഒരു മനുഷ്യനാ. പക്ഷെ അതിനകത്ത് നിന്നുകൊണ്ട് ബാബേലിലേക്ക് പോയിരുന്നു. പ്രവാസത്തിൽ നിന്ന് യെരുശലേമിലേക്കും യഹൂദയിലേക്കും തന്താങ്ങളുടെ പട്ടണത്തിലേക്ക് മടങ്ങി വന്നു. ആമേൻ, സ്തോത്രം. അവരെല്ലാം മടങ്ങി വന്നിരിക്കുമ്പോൾ തന്നെ ആ ഭാഗം താഴോട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചോളണേ. പിന്നെ ഉള്ള എല്ലാം നല്ല നല്ല വാക്കുകളാണ്. 7-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ ആമേ സ്തോത്രം 3-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിച്ച് 22, 23, 24, 34, 35, 43, 45, 49, 55, 59 വരെ നിങ്ങൾ വായിച്ചു നിർത്തണം. 59 വരെ നിങ്ങൾ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ ഒരു 10 മിനിറ്റ് എടുത്ത് ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ച് പഠിച്ചാൽ 1000 പ്രസംഗങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. സ്തോത്രം. ആമേൻ. 1000 പ്രസംഗങ്ങൾ. ഞാൻ പാറശാല കൺവെൻഷൻ ഈ ആമേൻ അധ്യായമാണ് ഞാൻ പ്രസംഗിച്ചത്. ഇന്നേക്കൊരു 13 വർഷം മുൻപ് ഈ ഒറ്റ അധ്യായം. സ്തോത്രം. 3-ാമത്തെ വാക്യം മുതൽ 58-ാമത്തെ വാക്യം വരെ എടുത്ത് 3 ദിവസം ആമേൻ ശക്തമായി പറയാൻ കർത്താവിനെ ബലപ്പെടുത്തി. വർഷം വലുതായി, പക്ഷെ ഇന്നും അതിൻ്റെ പുതുമ മാറിയിട്ടില്ല. അതാണ് വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. നിമിഷം കഴിയും തോറും അതിൻ്റെ ആമേൻ മഹാത്മ്യം കൂടിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം നമ്മൾ ശിരസ്സാ വചനത്തെ വഹിക്കുന്നുവോ അതിനപ്പുറമായി നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അതിനകത്ത് മായമില്ല, തന്ത്രമില്ല, കുതന്ത്രമില്ല. ആർക്കും അതിനെ മൂടിക്കളയാൻ പറ്റാത്ത ഒന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ബാക്കി എല്ലാത്തിനും മായമുണ്ട്, ഇതിന് മാത്രം മായമില്ല. പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. ആരുടെ നാമത്തിലാ പ്രാർത്ഥിച്ചത്? യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ തലമുറയെ ഞാൻ അനുഗ്രഹിക്കുന്നു. അത് അവിടെ കിടക്കും, ഒരു കൂടാത്രത്തിനെടുത്ത് മാറ്റാൻ കഴിയില്ല. യേശുവിൻ്റെ നാമത്തിൽ ദൈവദാസനെ അനുഗ്രഹിക്കുന്നു. ആരുടെ നാമമാണ്? യേശുവിൻ്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ഈ രോഗമുള്ള ശരീരം, ഈ താഴ്ചയുള്ള ശരീരം, ഈ പാപമുള്ള ശരീരം, ഈ കുറവുള്ള ശരീരം കൊണ്ടല്ല പ്രാർത്ഥിച്ചത്. എൻ്റെ നാമത്തിലല്ല, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു നോക്കിക്കേ. പൂത എപ്പോൾ പോയെന്ന് കേട്ടാൽ മതി. അതിന് വലിയ പ്രവാചകനൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. ആത്മാർത്ഥതയുടെ മുഴങ്കാൽ മടക്കി യേശുവിൻ്റെ നാമത്തിൽ മാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വലിയ പ്ലാവും കൊമ്പ് ഒടിച്ചുകൊണ്ട് പോകും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ സംഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. 2-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു. 7-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ ആമേൻ 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 7-10. അത് 7-10 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 1-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം തുടങ്ങി ആമേൻ 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും നിങ്ങൾ വായിച്ച് നിർത്തി വരുമ്പോൾ
7-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വരണം. സ്തോത്രം. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്ത 7ഉം 8ഉം കഴിഞ്ഞ ഉടൻ 9-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നിർത്തുമ്പോൾ 8-ാമത്തെ വാക്യം പറയുന്നു 5-ാം മാസത്തിൽ ആയിരുന്നു എന്ന് തുടങ്ങി 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 1-ാം മാസം 1-ാം തീയതി എന്ന് തുടങ്ങി വന്നിട്ട് 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനൊരു രത്നക്കല്ല് പോലെ അടിക്കുറിപ്പിട്ട് ദൂത് പറയുന്ന പ്രവാചകനെ കാണാൻ കഴിയുന്നു. വായിച്ചട്ടെ ആ വിഷയത്തെ. യഹോവയുടെ ന്യായപ്രമാണം എന്ന് തുടങ്ങി ഒരു ഭയങ്കര മെസ്സേജാണ് കേട്ടോ. നിങ്ങൾ ഈ കിട്ടുമെങ്കിൽ എസ്തറയുടെ പുസ്തകത്തിലെ ചരിത്ര പുസ്തകം നിങ്ങൾ വാങ്ങിച്ചോണം. വ്യാഖ്യാനം കിട്ടുമെങ്കിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടുമെങ്കിൽ ഇതിൻ്റെ വ്യാഖ്യാന പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം. കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൂടെ വാങ്ങിച്ചു തരണം. സ്തോത്രം. ഏറ്റവും നല്ല പുസ്തകം 80 രൂപ വിലയുള്ളൂ. വെറും 80 രൂപ, 150 അല്ല, വെറും 80. സ്തോത്രം. ഇതിൻ്റെ ചരിത്ര പുസ്തകം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാന പുസ്തകം 10 അധ്യായം മാത്രമേ ഉള്ളൂ. വായിച്ച അഭിഷത്തെ 10-ാമത്തെ വാക്യം. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്ര മനസ്സ് വെച്ചിരുന്നു. മനസ്സ് വയ്ക്കാൻ പറ്റുമോ ഇന്ന് രാത്രി? മനസ്സൊന്ന് വച്ചാൽ അതാണ് വചനം പറയുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. റോമാലേഖനം 12-ാം അധ്യായം നമ്മൾ എപ്പോഴും വായിക്കുന്ന അധ്യായമല്ല. കർത്തൃമേശ സമയത്ത് നമ്മൾ വായിക്കാറുണ്ട്. 1-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യങ്ങളും നമ്മൾ വായിക്കാറുണ്ട്. സ്തോത്രം. 12-ാം അധ്യായം മുഴുവനും. എന്നാൽ ഇവിടെ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കാറുണ്ടോ ന്യായപ്രമാണത്തെ? ഈ പ്രമാണത്തെ നമ്മൾ പാലിക്കേണ്ട കാര്യമില്ല. നമ്മൾ പരിശോധിച്ചാൽ മതി. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്ന് ഗലാത്യലേഖനം വിളിച്ചു പറയുന്നു. നമ്മൾ ഇപ്പോഴും ശിശുപാലകന്മാരല്ല, ന്യായപ്രമാണത്തിന് കീഴിൽ നടക്കേണ്ടവരല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വ്യക്തമായി താൻ ഊന്നൽ കൊടുത്തു പറയുക, നിങ്ങൾ ഇനി ശിശുപാലകരല്ല. ആമേൻ. സ്തോത്രം. നോക്കിക്കേ, ഇവിടെ പറയുന്നു പരിശോധിപ്പാനും അത് അനുസരിച്ച് നടപ്പാനും ഇസ്രായേൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്ത്ര മനസ്സു വച്ചിരുന്നു. അപ്പൊ എസ്ത്രയ്ക്ക് ഭയങ്കര സാന്നിധ്യം. നിങ്ങൾ അധ്യായം ഫുള്ള് വായിച്ചോ. എസ്ത്രയ്ക്ക് ഭയങ്കര സാന്നിധ്യം. സ്തോത്രം. ആമേൻ. ഞാൻ ഒരിക്കൽ ഈ കറുത്ത ഉടുപ്പ് ഇട്ടുകൊണ്ടൊരു മെസ്സേജിന് പോയപ്പോൾ ചിന്ത ചോദിച്ചു. ആമേൻ. അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ അഭിഷത്തിനെ ശക്തമായി ഉപയോഗിക്കണമേ, അഭിഷത്തിനെ കൊണ്ടുവരണമേ. ഞാൻ അവിടെ എപ്പോഴേ പോയിരിക്കുന്നു, നമ്മളെ കാണാൻ ആരുമില്ലായിരുന്നു. കേട്ടതൊക്കെ വേണ്ടി അഭിഷത്തിനെ ശക്തമായി അനുഗ്രഹിക്കണമേ, അഭിഷത്തിനെ യാത്രയെ കൂടെ ഇരിക്കണമേ. ഞാൻ അവിടെ എത്തിയിട്ട് 1/2 മണിക്കൂറായി. അവർ നോക്കുന്നത് വെള്ള ഉടുപ്പും തോളിലൊരു സഞ്ചിയും കുറേ മീശയൊന്നും ഇല്ലാത്ത ഒരു പാസ്റ്റേഡ് അവർ നോക്കിയത്. പക്ഷെ ചെന്നപ്പോൾ ഞാൻ കറുത്ത ഉടുപ്പ് ഇട്ടുണ്ടാണ് ചെന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കറുപ്പ്. ഞാൻ അവിടെ പോയിരുന്നു ദേവദാസ എല്ലാം പോയി കണ്ണുരുട്ടുന്നു. കാരണം പ്രായമുള്ള അപ്പച്ചിയാണ് പ്രാർത്ഥിച്ചത്. സ്തോത്രം. എൻ്റെ അടുത്ത് പറഞ്ഞു പച്ചയും ചുവപ്പും ഇട്ടുണ്ട് വെറുതെ പാസ്റ്റർ. അപ്പോൾ രണ്ടും ഞാൻ പാലിച്ചു. ഞാൻ അനുസരണകൾ കൂട്ടിയാ പച്ചയും ചുവപ്പും ഇട്ടില്ല. സ്തോത്രം. ഇല്ലേ സംഘം വേണ്ടി ഞാൻ പച്ചയും ചുവപ്പ് ഇട്ടില്ലേ പാസ്റ്റർ എന്ന പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞോണ്ട് ഞാൻ പച്ചയും ചുവപ്പ് ഇട്ടില്ല. പക്ഷേ കറുപ്പ് മാത്രമേ ഇട്ടുകൊണ്ട് പോയുള്ളൂ. വസ്ത്രത്തിലല്ല കാര്യം, ശുശ്രൂഷയില. സ്തോത്രം. തിരുവനന്തപുരം പരശുവയ്ക്കൽ ശുശ്രൂഷിച്ച് അങ്ങോട്ട് മാറിയപ്പോൾ ഒരു ആൻറ്റി വന്ന് എന്നോട് പറയുക, വസ്ത്രത്തിലൊന്നല്ല ആവശ്യത്തിലെ കാര്യം, ശുശ്രൂഷയില. ഇന്ന് രാത്രി ആമേൻ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ പരിശോധിപ്പാൻ തുടങ്ങിക്കഴിഞ്ഞ് ഈ 10-ാമത്തെ വാക്യം നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടോ? ഒന്ന് ധ്യാനിച്ച് ഇന്ന് രാത്രി മുതൽ നിങ്ങൾ 10-ാം വാക്യം മാത്രം ധ്യാനിക്കണം. ഈ വേദപുസ്തകത്തിന് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള സകല വാക്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ വരും. രാത്രി ഇത് ആലോചനയാണ് പറയുന്നത്. അനുഭവത്തോടെ പറയുന്നത്. ഈ വാക്യം മാത്രമല്ല, നിങ്ങൾ വേദപുസ്തകം ഏത് വാക്യം ധ്യാനിച്ചാലും ആ വാക്യത്തോടുള്ള സകല വാക്യങ്ങളും ദൂതുകളും നമ്മുടെ സ്തോത്രം ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് തരുമെന്നേ. സ്തോത്രം. പിന്നെ എന്തിനാ നമുക്ക് പേടിക്കുന്ന വചനം പ്രസംഗിക്കാൻ? പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ഇരിക്കണം, അധ്വാനിക്കണം, വചനത്തിന് വില കൊടുക്കണം, പരിശോധിക്കണം, നന്മതിന്മകളെക്കുറിച്ച് അറിയുന്ന അറിയിച്ചു തരുന്ന ഈ പുസ്തകത്തിൻ്റെ നോയിക്കേ അത് പരിശോധിച്ചിട്ട് എസ്ര പോയില്ല കേട്ടോ.
അതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതിൻ്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ, അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതിൻ്റെ 14-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ആമേൻ. 11, 12, 13, 14 ഏറ്റവും കാരണഭൂതമായ വാക്യമാണ്. വായിച്ചോ അഭിഷത്തെ. ഇസ്രായേലിനോടുള്ള യഹോവയുടെ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും വാക്യങ്ങളിൽ വിദഗ്ധ ശാസ്ത്രിയായ എസ്രാ പുരോഹിതന് അർത്തഹ്ശഷ്ട രാജാവ് കൊടുത്ത എഴുത്തിന്റെ പകർപ്പാവിത. രാജാതി രാജാവായ അർത്തഹ്ശഷ്ടാവ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്രാ പുരോഹിതൻ എഴുതുന്നത് ഇത്യാദി നമ്മുടെ രാജ്യത്തുള്ള ഇസ്രായേൽ ജനത്തിലും അവന്റെ പുരോഹിതന്മാരിലും ലേവ്യരിലും യെരൂശലേമിലേക്ക് പോകുവാൻ മനസ്സുള്ള ഏവരും നിന്നോടുകൂടെ പോരുന്നതിന് ഞാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. നിന്റെ കൈവശമിരിക്കുന്ന നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണ പ്രകാരം യഹൂദായിലെയും യെരൂശലേമിലെയും കാര്യം അന്വേഷിപ്പാനും രാജാവും അവന്റെ മന്ത്രിമാരും യെരൂശലേമിൽ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന് ഔദാര്യമായി കൊടുത്തിരിക്കുന്ന വെള്ളിയും പൊന്നും, ബാബേൽ സംസ്ഥാനത്ത് നിന്നൊക്കെ നിനക്ക് ലഭിക്കുന്ന വെള്ളിയും പൊന്നും എല്ലാം യെരൂശലേമിൽ തങ്ങളുടെ ദൈവത്തിന്റെ ആലയം വകയ്ക്ക് ജനവും പുരോഹിതന്മാരും തരുന്ന ഔദാര്യ ദാനങ്ങളോടുകൂടെ കൊണ്ടുപോകുവാനും രാജാവും അവന്റെ 7 മന്ത്രിമാരും നിന്നെ അയക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത് വായിച്ചു വന്നപ്പോൾ ആ ദൂത് കേട്ട് കൈ ഉയർത്തിയതാ. സ്തോത്രം. സംഭവിക്കട്ടെ. ആമേൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഒരു സമയത്ത് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ വ്യക്തി ആമേൻ ഈ സമയത്ത് പറയുക, ഇല്ല, ഞാൻ എല്ലാ തീർപ്പ് കൽപ്പിക്കാൻ പോയ. കാരണം ആധികാരികമായി കൊടുത്തതെല്ലാം കൈക്ക് കിട്ടിയതെല്ലാം പിടിച്ചു വാങ്ങി കർത്താവ്. അത് ഉറപ്പാ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ അനിൽ പി കെ അഭിഷത്തിൻ്റെ കൈയിരിക്കുന്ന ഒരു പേന, തൻ്റെ പോക്കറ്റിരിക്കുന്ന പേന എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ തന്നോട് ചോദിക്കാതെ ഞാൻ ഇങ്ങ് എടുത്തു. ചോദിച്ചാൽ തരത്തില്ല, ഞാൻ എടുത്തു. സ്നേഹം കൊണ്ട് ഞാൻ എടുത്തു. പക്ഷേ ഞാൻ ആ കോമ്പൗണ്ട് വിടുന്ന മുമ്പേ അദ്ദേഹം ആ പേന ചോദിക്കും, എടുക്കും. എത്രക്ക് മനസ്സിലായെന്നറിയാമോ? എന്താ കാര്യം എന്നറിയാമോ? അദ്ദേഹത്തിൻ്റെതാണ്. അത് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൽ അദ്ദേഹം വാങ്ങിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ ആരുടെ വകയെന്നറിയാമോ? പറ. യേശുപ്പച്ചൻ്റെ വകയല്ലേ? ഒരു കുപ്പി ബ്ലഡ് കൊടുത്താണോ നമ്മെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയത്? അല്ല. ഒരു സിറിഞ്ച് ബ്ലഡ് കൊടുത്താണോ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്? അല്ല. അവസാനത്തുള്ളി രക്തം വരെയും സകലത്തെയും ഒഴുക്കി കൊടുത്തില്ലേ? അതിനകത്തല്ലേ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെ? സ്തോത്രം. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ എൻ്റെ ദൈവം സർവശക്തനാ. അല്പം ലേറ്റ്, കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അതിശ്രേഷ്ഠകരമായ ഒന്ന് നമുക്ക് തരും ദൈവം. അത്രയും പറഞ്ഞ ഭാഗം വിടുകയാ. പ്രധാനപ്പെട്ട വാക്യമായതുകൊണ്ട് അത്രയും പറഞ്ഞ് വിടുകയാ. ആമേൻ. അടുത്ത ഈ പുസ്തകത്തിലെ സ്ഥിതിവിവര കണക്കുകൾ എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രധാന വാക്യത്തിലേക്ക് പോയത്. സ്ഥിതിവിവര കണക്കുകൾ സത്യവേദ പുസ്തകത്തിലെ 15-ാമത്തെ പുസ്തകം എഴുതിയാട്ടെ. സത്യവേദ പുസ്തകത്തിലെ 15-ാമത്തെ പുസ്തകം. അധ്യായങ്ങൾ 10. വാക്യങ്ങൾ 280. പ്രവചനങ്ങൾ ഇല്ല. ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ ഇല്ല. ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ ഇല്ല. വാഗ്ദാനങ്ങൾ ഇല്ല. ചോദ്യങ്ങൾ 89. ആജ്ഞകൾ 43. എല്ലാം കിട്ടിയോ? കിട്ടിയത് വിശ്വസിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ദൂത് ഇതിനകത്തില്ല. ആമേൻ. വാഗ്ദാനങ്ങളില്ല,
ചോദ്യങ്ങൾ 89, ആജ്ഞകൾ 43. അപ്പോൾ സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകം എന്നറിയാമോ? 15-ാമത്തെ പുസ്തകം. മറന്നു പോകരുത്. സ്തോത്രം. ഒരു പ്രസംഗത്തിന് എഴുതി നിൽക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത്, ഇപ്പോൾ നമ്മൾ മലാക്കിയുടെ പുസ്തകമാണ് പ്രസംഗിക്കാൻ എടുക്കുന്നത്. ഉൽപ്പത്തി മുതൽ മലാക്കി വരെ എത്ര അധ്യായമുണ്ട്? വേദപുസ്തകത്തിലെ ഇത്രാമത്തെ പുസ്തകമാണെന്ന് തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മെ പറ്റി വില പറയാതിരിക്കുന്നവരൊക്കെ ഒന്ന് ചുളുങ്ങും. സ്തോത്രം. കാരണം അവർ ഉൽപ്പത്തി മുതൽ എണ്ണിക്കൊണ്ടിരിക്കുക. നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടാണ് പുസ്തകം നമ്മൾ അങ്ങ് പരിശോധിക്കുന്നത്. അപ്പോൾ ഇന്ന പുസ്തകത്തിനകത്ത് ദൂതില്ല, ഇന്ന പുസ്തകത്തിനകത്ത് വാഗ്ദാനങ്ങളില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമ്മൾ തയ്യാറാകണം. പ്രസംഗിക്കുമ്പോൾ ഒറ്റ കാര്യം പറയേണ്ടത്, 10 മിനിറ്റ് നമുക്ക് മെസ്സേജ് ഒരു സമയത്ത് തരണമെങ്കിൽ നമ്മൾ 6 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഇരിക്കണം. സ്തോത്രം. ഒരു ചർച്ചിനകത്ത് ഒരു 15 മിനിറ്റ് ഒരു മെസ്സേജിന് സമയം തരികയാണെങ്കിൽ നമ്മൾ 10 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഇരിക്കണം. 5 മിനിറ്റിൽ ഇരുന്നാലും കുഴപ്പമില്ല. സ്തോത്രം. എപ്പോഴും സമയം നമ്മൾ കീപ്പ് ചെയ്യേണ്ടവർ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര ഇനി ആത്മാവ് തള്ളിയാലും സ്തോത്രം പറഞ്ഞ് നമ്മൾ നിർത്തിക്കൊള്ളണം. ചിലർക്ക് സമയം കഴിയുമ്പോഴാണ് ആത്മാവിൻ്റെ ഒഴുക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാ. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും പറഞ്ഞു, സ്തോത്രം, കറക്റ്റ് സമയത്ത് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ക്ലാസ് ആണെങ്കിലും മെസ്സേജ് ആണെങ്കിലും. സ്തോത്രം. നോക്കിക്കേ, അടുത്ത് സെൻട്രൽ ഹെഡിങ്, എസ്തറയുടെ പുസ്തകത്തിന്റെ പശ്ചാത്തലം. ചെറിയൊരു പശ്ചാത്തലം. എസ്തറയുടെ പുസ്തകത്തിന്റെ പശ്ചാത്തലം, ചെറിയ കുഞ്ഞ് ഒരു പശ്ചാത്തലം. സെൻട്രൽ ഹെഡിങ് ആണ്. എസ്തറയുടെ പുസ്തകം 1, 2 എസ്തറയുടെ പുസ്തകം 1, 2 ദിനവൃത്താന്തങ്ങൾ, എസ്ത്ര, നെഹമ്യാവ് എന്നിവ ഉൾപ്പെടുന്നു. എസ്ത്ര, നെഹമ്യാവ് എന്നിവ ഉൾപ്പെടുന്നു. യഹൂദന്മാരുടെ പ്രവാസത്തിന് ശേഷം എഴുതപ്പെട്ടതുമായ ചരിത്രത്തിന്റെ തുടർച്ചയാണ് എബ്രായ പഴയ നിയമത്തിൽ എസ്ത്രയും നെഹമ്യാവും. കേട്ടൂടാ? എഴുതിയോ? ഇല്ല. ആന്റിക്ക് എവിടെ കിട്ടാത്തെ? പറഞ്ഞേ. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയുന്നു. എസ്തറയുടെ പുസ്തകം 1, 2 ദിനവൃത്താന്തങ്ങൾ, എസ്ത്ര, നെഹമ്യാവ് എന്നിവ ഉൾപ്പെടുത്തുന്നു. അത് എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉൾപ്പെടുത്തുന്നു. ഓക്കെ. അടുത്ത്, യഹൂദന്മാരുടെ പ്രവാസത്തിന് ശേഷം എഴുതപ്പെട്ടതുമായ ചരിത്രത്തിന്റെ തുടർച്ചയാണ്. എഴുതിയോ? ഓക്കെ. തുടർച്ചയാണ്. എബ്രായ പഴയ നിയമത്തിൽ എസ്ത്രയും നെഹമ്യാവും യഥാർത്ഥത്തിൽ ഒറ്റ പുസ്തകമായിരുന്നു. യഥാർത്ഥത്തിൽ ഒറ്റ പുസ്തകമായിരുന്നു.
യിരെമ്യാ 29 10 വാക്യം മുതൽ 14 വാക്യം. ഒരു രാജ്യം എന്ന നിലയിൽ യഹൂദയുടെ തകർച്ചയും ബാബിലോണിലേക്കുള്ള അവരുടെ പ്രവാസവും മൂന്ന് ഘട്ടങ്ങളായാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ BC 605 ദാനിയേൽ ഉൾപ്പെട്ടിട്ടുള്ള യഹൂദയുടെ കുലീനന്മാരായ യുവാക്കൾ രണ്ടാം ഘട്ടത്തിൽ BC 597 യെഹെസ്കേൽ ഉൾപ്പെട്ട 11,000 പ്രവാസികൾ ഉണ്ടായിരുന്നു. മൂന്നാം ഘട്ടത്തിൽ BC 586 യിരെമ്യാവും ജനത്തിൽ BC 568 സെരൂബാബേലിന്റെയും യോശുവയുടെയും നേതൃത്വത്തിൽ അമ്പതിനായിരം പ്രവാസികൾ മടങ്ങി വന്നു. 50,000 പ്രവാസികൾ മടങ്ങി വന്നു. ബ്രാക്കറ്റിൽ എസ്ത്ര 2-ാം അധ്യായം. രണ്ടാം കാലഘട്ടത്തിൽ BC 457 700-ലധികം പുരുഷന്മാരെ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂട്ടി. പുരുഷന്മാരെ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂട്ടി. ബ്രാക്കറ്റിൽ 5000 അഥവാ 10,000 യഹൂദന്മാർ എസ്ത്ര തിരിച്ചു കൊണ്ടുവന്നു. അധ്യായം 8-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയും 18 മുതൽ 21 വരെയും
മൂന്നാം ഘട്ടത്തിൽ ബ്രാക്കറ്റിൽ BC 444 നെഹമ്യാവ് മടങ്ങി വന്നു. അധ്യായം നെഹമ്യാവിന്റെ പുസ്തകം 1 അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ. ഏകദേശം 70 വർഷങ്ങൾക്ക് ശേഷമാണ് BC 538 യഹൂദ പ്രവാസികളുടെ 1-ാമത്തെ സംഘം യെരുശലേമിലേക്ക് മടങ്ങി വന്നത്. BC 539 ഏകദേശം 2 വർഷത്തിന് ശേഷം തങ്ങളുടെ പിതൃഭവനത്തിലേക്കുള്ള യഹൂദന്മാരുടെ പുനർസ്ഥാപനം ആരംഭിച്ചു. മൂന്ന് പേർഷ്യൻ രാജാക്കന്മാരും ബ്രാക്കറ്റിൽ ഹോരശ്, ദാര്യാവേശ്, കുറച്ച് വാക്യങ്ങൾ തരാം. അധ്യായം 1 അതിൻ്റെ 2 മുതൽ 4 വരെ. അധ്യായം 4 അതിൻ്റെ 11 മുതൽ 22 വരെ. അധ്യായം 5 അതിൻ്റെ 7 മുതൽ 17 വരെ. അധ്യായം 6 അതിൻ്റെ 1 മുതൽ 12 വരെ. വംശാവലികളും. അധ്യായം 2 അതിൻ്റെ 1 മുതൽ 2 മുതൽ ആമേൻ. അധ്യായം 2 അതിൻ്റെ 1 മുതൽ 70 വരെയും. അധ്യായം 7 അതിൻ്റെ 27 മുതൽ അധ്യായം 9 അതിൻ്റെ 15. പരിശുദ്ധാത്മാവിൻ്റെ നാലാമത്തെ അധ്യായം അതിൻ്റെ 8 മുതൽ 6 വരെ. 6-ാം അധ്യായം അതിൻ്റെ 18. 7-ന്റെ 12 മുതൽ 26 വരെ. ഓക്കെ, കിട്ടിയെന്ന് തോന്നുന്നു. ഒന്നുകൂടെ പറയാം. 4-ാം അധ്യായം അതിൻ്റെ 8, 6-ാം അധ്യായം 18, 7-ന്റെ 12 മുതൽ 26 വരെ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞു. സ്തോത്രം. അടുത്തുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.